Hello, good morning. Good morning. Thank you. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് വിപ്ന മാം ആണ്. വിപ്ന മാം ടീച്ചറാണ്, സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്. മാമിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. Thank you, Sajna ma'am, for your beautiful intro. And have a great morning to all my morning circlers. Hope you all are doing very good. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. Actually, I didn't see anyone. Okay, fine, Sajna ma'am. And first of all, I would like to thank our Academy's director, Faisal sir. And can anyone tell me today's date? ഇന്നത്തെ ഡേറ്റ് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. April 1st. April 1st, it's April Fool. Yes, that's right. Yes. What is the speciality of today? എന്താണ് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത? Actually, today is the one day we openly admit something we usually just think quietly, right? എന്നുവെച്ചാൽ നമ്മള് മറ്റുള്ളവരെ ഫൂളാക്കുന്നുണ്ട്, മറ്റുള്ളവരെ പ്രാങ്ക് ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം മറ്റുള്ളവർ നമ്മളെയും ഫൂളാക്കുന്നുണ്ട്. ആക്ച്വലി ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത് എന്നുവെച്ചാൽ മറ്റുള്ളവരെ നമ്മള് ഫൂളാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ ഫൂളാക്കുന്ന സമയത്ത് നമ്മള് അവരെ മനസ്സിലാക്കുന്നുണ്ടോ? ഐ മീൻ അവിടെ ഫൂളാവുന്നത് ആരാ? നമ്മൾ തന്നെ അല്ലേ? ലൈക്ക് നമ്മൾ അവരെ നോൺ ജഡ്ജ്മെന്റലി നമ്മൾക്ക് അവരെ അറിയുന്നില്ല. വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? അസ്യൂം ചെയ്യുന്നുണ്ട്. വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ അവരെ ലേബൽ ചെയ്യുന്നുണ്ട്. ആൻഡ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുന്നുണ്ട് അല്ലെ? ഹാവ് യു എവർ നോട്ടീസ് ലൈക്ക് ദാറ്റ്? ഓർ ഹാവ് യു എവർ എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? യെസ്, ഫൂളാക്കിയിട്ടുണ്ട് ആൾക്കാര് തീർച്ചയായിട്ടും. And it's not a good feeling though. Yes. And so today is about fooling others. It's about becoming and aware of how unknowingly fool ourselves. നമ്മൾക്ക് തന്നെ ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുന്നുണ്ട്, ഐ മീൻ മോക്ക് ചെയ്യുന്നുണ്ട്, ആൻഡ് മീൻസ് ജഡ്ജ് ചെയ്യുന്നുണ്ട്, അസ്യൂം ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരാള് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിച്ചാൽ അറ്റ് ദാറ്റ് ടൈം നമ്മൾ പറയും അവൻ ഭയങ്കര റൂഡാ. ആൻഡ് ഒരാൾ ഫണ്ണായിട്ട് സംസാരിച്ചാൽ നമ്മൾ പറയും അവൻ ലൈഫിനൊട്ടും സീരിയസ് അല്ല. ആൻഡ് ഓഫ് കോഴ്സ് ഒരാള് ഭയങ്കര സ്ലോ ആയ പറയും അവൻ മടിയനാ. Am I right? So, are we all surrounded by idiots? നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ലേ? സംടൈംസ് നമ്മള് നമ്മുടെ ഫാമിലീസിലോ ഓർ ഫ്രണ്ട്സിനോടോ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവാറില്ല. അറ്റ് ദ സെയിം ടൈം അവർ പറയുന്നത് നമ്മൾക്കും മനസ്സിലാവാറില്ല. അപ്പൊ അവര് നമ്മളോട് ചോദിക്കാറുണ്ട്, നീ എന്താ മണ്ടനാണോ? നമ്മളും അവരുടെ അടുത്ത് പറയും, ഏയ് ഞാനല്ല മണ്ടൻ, നീയാണ് മണ്ടൻ. ലൈക്ക് ദാറ്റ് അല്ലെ? വി ഹാവ് എക്സ്പീരിയൻസ് ലൈക്ക് ദാറ്റ്. അങ്ങനത്തെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? സോ ഓഫ് കോഴ്സ് നമുക്ക് a lot of experience now. ആക്ച്വലി നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ ഐ മീൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അറ്റ് ദ സെയിം ടൈം നമ്മൾ അവരുടെ ബിഹേവിയർ ഓൾസോ നോക്കണം. ബിഹേവിയർ ഇസ് ഓൾസോ കമ്മ്യൂണിക്കേഷൻ. ആം ഐ റൈറ്റ് അല്ലേ? ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവരുടെ ആ ഒരു സംസാരം മാത്രം നോക്കിയിട്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ അവരുടെ എന്താക്കണം? അവരുടെ ബിഹേവിയർ ഓൾസോ നോക്കണം. സോ സറൗണ്ടഡ് ബൈ ഇഡിയറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിട്ടൺ ബൈ തോമസ് എറിക്സൺസ്. ഐ മീൻ ഹീസ് എ സ്പാനിഷ് റൈറ്റർ. ആ സ്പാനിഷ് റൈറ്റർ അവരുടെ ആ ഒരു ബുക്കില് ഒരു 4 പേഴ്സണൽ ട്രൈറ്റ്സ് പറയുന്നുണ്ട്. ദാറ്റ് ബിലോങ്സ് ടു റെഡ്, യെല്ലോ, ഗ്രീൻ ആൻഡ് ബ്ലൂ. സോ ഷാൽ വി മൂവ് ഓൺ? നമുക്ക് ആ ഒരു അത് നോക്കിയാലോ? അതിലൂടെ നമുക്ക് മനസ്സിലാവും നമ്മളുടെ മുന്നിലിരിക്കുന്ന, ഐ മീൻ എനിക്കിപ്പം സൂസൻ മാമിനെ കാണുന്നുണ്ട്. സൂസൻ മാം എങ്ങനെയാണ് ലൈക്ക് നമുക്ക് ആ ഒരു കലക്കോട് വെച്ചിട്ട് നമുക്ക് ആളുകളെ അനലൈസ് ചെയ്യാൻ പറ്റും. അറ്റ് ദാറ്റ് ടൈം നമ്മൾക്കിടയില് ഐ മീൻ
നമ്മൾ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് അല്ലാത്തതുകൊണ്ട് തന്നെ വി ഹാവ് ഓൾവേസ് കോൺഫ്ലിക്ട്സ് ടുഗദർ അല്ലെ. നമ്മുടെ ഫാമിലീസിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്, ആൻഡ് ഇവൻ തോ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ പോലും നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഹാവ് യു എവർ എക്സ്പീരിയൻസ് ലൈക്ക് ദാറ്റ്? ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയൊക്കെ? യെസ്, ഓഫ് കോഴ്സ്. നമ്മള് ഫാമിലിയിൽ തന്നെ നമ്മളുടെ മീൻസ് പേഴ്സണൽ ട്രൈറ്റ് ആയിരിക്കില്ല നെക്സ്റ്റ് പേഴ്സൺ, നമ്മുടെ ഐ മീൻ ഫാദർ ഓർ സിബ്ലിങ്സ് ഓർ സംതിങ്. ആരുടേത് എന്താണെങ്കിലും എന്താ നമ്മൾ പറയുന്നതിന് അവരെന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പൊ അവിടെ എന്താണ്, ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എ കോൺഫ്ലിക്ട്. അവിടെ ഒരു കോൺഫ്ലിക്ട് ബിഗിൻ ചെയ്യുന്നുണ്ട് അല്ലെ. സോ നമുക്ക് തോമസ് എറിക്സന്റെ ആ ഒരു പേഴ്സണൽ റൈറ്റ്സ് ഒന്ന് നോക്കിയാലോ. ജസ്റ്റ് എ സെക്കൻഡ്. റൗ സർ, ആർ യു there? Yes, yes. Okay, can you share that PDF now? Sajna ma'am, otherwise you can send to Sajna ma'am now. Wait. Actually, I forgot to. I'm not host now. Actually, മനുഷ്യന്റെ തിങ്കിങ് സ്റ്റൈല് ആൻഡ് ഫീലിംഗ് സ്റ്റൈല്, റിയാക്ടിങ് സ്റ്റൈല് എല്ലാം ഡിഫറെന്റ് ആണ് അല്ലെ. സംടൈംസ് നമ്മൾ എന്ത് വിചാരിക്കാറുണ്ട്, നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ അവരും ചിന്തിക്കണം, നമ്മൾ ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെ അവരും ബിഹേവ് ചെയ്യണം, നമ്മൾ അങ്ങനെ വിചാരിക്കാറില്ലേ? ഇൻ ബിറ്റ്വീൻ ആകുമ്പോഴാണ് അവിടെ എന്താവുന്നത്, കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. ലൈക്ക് അക്കോർഡിംഗ് ടു തോമസ് എറിക്സൺ, അവര് കലക്കോട് സർ, ക്യാൻ യു ഷെയർ ദാറ്റ് PDF now? ഒറ്റ മിനിറ്റ്. Okay. So, റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ. റെഡ് എന്ന് പറയുന്ന ആ ഒരു പേഴ്സണാലിറ്റി, ഇറ്റ്സ് ബിലോങ്സ് ടു വെരി ഡോമിനന്റ് ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ്. ആൻഡ് ഈ റെഡ് പേഴ്സണാലിറ്റീസ് എന്ന് പറഞ്ഞാല് എല്ലാം പെട്ടെന്ന് കഴിയണം, കൂടുതൽ സംസാരിക്കില്ല, ലൈക്ക് ദാറ്റ്. ഹാവ് യു എവർ റീഡ് സറൗണ്ടഡ് ബൈ ഇഡിയറ്റ്സ് ബുക്ക്? നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ആ ബുക്ക്? ഇല്ല, ഞാൻ Can വായിച്ചിട്ടില്ല. anyone? Okay. അതായത് റെഡ് എന്ന് പറയുന്ന ആ ഒരു കലക്കോട് വരുന്ന ആള്, അവര് ഭയങ്കര ഡോമിനന്റ് ക്യാരക്ടറാണ്. അറ്റ് ദ സെയിം ടൈം അവർ കൂടുതൽ സംസാരിക്കില്ല, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, ആൻഡ് ഭയങ്കര ആംബിഷ്യസ് ആയിട്ടുള്ള ആളുകളാണ്. ആൻഡ് യെല്ലോ എന്ന് പറയുന്ന ആളുകൾ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടായിരിക്കും, ഭയങ്കര ചാമിങ് ആയിരിക്കും, അൺലവിങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ്. ആൻഡ് ഗ്രീൻ എന്ന് പറയുന്ന, ആക്ച്വലി വിൽ ഷെയർ ദ PDF നൗ. അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് പറയാണ്, അറ്റ് ദാറ്റ് ടൈം അതുകൂടെ ഷെയർ ചെയ്യുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ഗ്രീൻ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി, അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് പീസ് ആണ്. അവർക്ക് എപ്പോഴും എന്ത് വേണം, സമാധാനത്തോടു കൂടി എല്ലാ കാര്യങ്ങളും വളരെ കാമായിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള പേഴ്സണാലിറ്റീസ് ആണ് ഗ്രീൻ ബിലോങ്സ് ടു. ആൻഡ് ബ്ലൂ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി, അവര് ഭയങ്കര സ്ലോ ആണ് എല്ലാ കാര്യത്തിലും. പക്ഷെ അവരെന്തായിരിക്കും, എന്ത് കാര്യം ചെയ്യുമ്പോഴും അവർക്കൊരു പെർഫെക്ഷൻ വേണം. ചില ആളുകൾ ഉണ്ടല്ലോ അല്ലെ, എന്ത് കാര്യം, ഈവൻ ഡിസിഷൻ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ വർക്ക് ആണെങ്കിലും എല്ലാം സ്ലോ ആയിരിക്കും. നമ്മള് മീൻസ് പറയാം, അവര് ഭയങ്കര സ്ലോ, അവരുടെ നോക്കണ്ട. ഓക്കെ. ഹലോ. ഹലോ. സജ്ന മാം എന്നെ കോ-ഹോസ്റ്റ്. ഉണ്ടല്ലോ സർ. അല്ല, ഞാൻ വേറെ ഒന്നുകൂടെ നോക്കും. ഞാൻ വേറൊരു ID ലോഗിൻ ചെയ്തിട്ടുണ്ട്, റൌഫ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്റേത് ടൈം Sorry. ആവുമല്ലോ എന്ന് കരുതിയിട്ടായിരുന്നു. ഞാൻ ഒന്ന് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മാപ്പ്, ആ ഒരു ഇത് സാറിന്. ഏതാണ് വേണ്ടത്? മാപ്പാണോ വേണ്ടത്? Yes, map. First you have to send that map, and after that send the story. Okay, you continue. ഞാൻ ചെയ്യാം. Okay. And the blue personalities, they belongs to analytical and detail oriented personalities. Like അവർ ഭയങ്കര ഓർഗനൈസിങ് പവർ ആയിരിക്കും, അറ്റ് ദ സെയിം ടൈം അവർ ഭയങ്കര സ്ലോ ആയിരിക്കും. അവർ എന്ത് ഡിസിഷൻ എടുക്കുകയാണെങ്കിലും എന്തായിരിക്കും, അവർ ഭയങ്കര സ്ലോ ആണ്. ആൻഡ് റെഡ് ആണെങ്കിലോ,
നമ്മൾ റെഡ് പേഴ്സണാലിറ്റീസിനെ പറയും, നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, വെട്ടൊന്ന് തുണ്ടം രണ്ട്. ഡിഡ് യു ഹേർഡ് ദാറ്റ്? അവർക്ക് എന്താ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും, ഭയങ്കര ഐ മീൻ ഭയങ്കര എന്ന് വെച്ചാ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള പേഴ്സണാ. പക്ഷെ അതെന്താ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആക്ച്വലി വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദം, അല്ലെ? നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത് ആക്ച്വലി നമ്മൾ ഈ ഒരു കളക്കോടെ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ നമുക്ക് അറിയാം, എന്റെ മുന്നിൽ ഉള്ള അൻസർ സാറ് ഈ ഒരു കളർ പേഴ്സണാലിറ്റി ആണ്, സോ നമുക്ക് ഇവരോട് ഇങ്ങനെ ബിഹേവ് ചെയ്യണം. ആൻഡ് ഓഫ് കോഴ്സ് എന്റെ മുന്നിലുള്ള സൂസൻ മാം ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആണ്, അപ്പൊ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ലൈക്ക് ദാറ്റ്. സി, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, കാണാം. Okay. See, red belongs to a dominance character. അവരെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മെയിൻ കോൾ നീഡ് എന്ന് പറയുന്നത് അവർക്ക് എല്ലാത്തിനും കൺട്രോൾ വേണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഫാസ്റ്റ് ആക്ഷൻ ആയിരിക്കും, ഒന്നും ഡിലേ ആവാൻ പാടില്ല. പിന്നെ അവരെന്താ അൺബെയറബിൾ, അവർക്ക് ഒന്നിനും ഒട്ടും ക്ഷമയില്ലാത്തവരാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഷോർട്ട് ടെമ്പേർഡ് പേഴ്സണാലിറ്റീസ് ആണ്, എല്ലാത്തിനും റിസൾട്ട് വേണം. ആൻഡ് അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് എല്ലാം ലൈക്ക് ആസ് ഐ earlier said, സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സണാലിറ്റി ആണ്. ആൻഡ് സ്ട്രോങ് ഡിസിഷൻ മേക്കർ ആണ്, പെട്ടെന്ന് ഡിസിഷൻ എടുക്കും. പിന്നെ എല്ലാ കാര്യത്തിലും എന്താണ്, അവർ ഭയങ്കര ഫാസ്റ്റ് ആണ്. ആൻഡ് ഇവരുടെ ഇമോഷണൽ കോർ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ പറയും ഇവന് ഭയങ്കര അഹങ്കാരിയാണ്, അവനോടൊന്നും ഒരിക്കലും നമ്മൾ സംസാരിക്കാൻ പാടില്ല, അവൻ ഭയങ്കര ചൂടനാണ്, ഷോർട്ട് ടെമ്പേർഡ് പേഴ്സണാലിറ്റി ആണ്, നന്നായിട്ട് എന്ത് ചെയ്യണം, ബിഹേവ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ആക്ച്വലി ആ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താ, അവരുടെ ആ ഒരു വയറിംഗ് എന്ന് പറയുന്നത് തന്നെ എന്താ ഡിഫറെന്റ് ആണ്. ദാറ്റ്സ് വൈ അവരെന്താണ് ഒരിക്കലും റൂഡ് അല്ല, അവർ കുറച്ച് സ്പീഡാണെന്ന് മാത്രം. അവരെ നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം അവരുടെ ഇടയിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്യുക. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടേ കോൺഫ്ലിക്റ്റ് റെഡ്യൂസ് ചെയ്യാനും? ഈ റെഡ് പേഴ്സണാലിറ്റീസിനോട് മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത് ഇവരുടെ അടുത്ത്, കാരണം ഇവർ കുറച്ചേ സംസാരിക്കും. നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടാവില്ല. അപ്പം കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവരുടെ അടുത്തൊന്നും പെട്ടെന്ന് സ്കൂട്ടാവാൻ നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നെക്സ്റ്റ്, സോറി, ആൻഡ് സോ ക്യാൻ യു ഷെയർ ദ നെക്സ്റ്റ് പേജ്? Yeah, that's യെല്ലോ പേഴ്സണാലിറ്റീസ് എന്ന് പറഞ്ഞാൽ അവരുടെ കോർ നീഡ് എപ്പോഴും അവരെന്താണ് കീപ്പ് ഇൻ ടച്ച് പേഴ്സണാലിറ്റീസ് ആണ്. അവർ കുറച്ചുകൂടെ ഫൺ ലവിങ് ആണ്. ആൻഡ് അവരെപ്പോഴും റിലേഷൻഷിപ്സ് മീൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. ലൈക്ക് ഫ്രണ്ട്സിനാവട്ടെ, ഫാമിലീസ് ആവട്ടെ, വെദർ വാട്ട് എവർ എനി റിലേഷൻഷിപ്പ്, അവരെപ്പോഴും എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. ആൻഡ് അവരെപ്പോഴും പോസിറ്റീവ് ഫിൽ ചെയ്യുന്നവരായിരിക്കും. പോസിറ്റീവ് ടോക്ക് മാത്രമേ അവരുടെ അടുത്ത് നിന്നുണ്ടാവും, നെഗറ്റിവിറ്റി അവർ ഒട്ടും സ്പ്രെഡ് ചെയ്യില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം അവർക്ക് ഒരിക്കലും ക്രിറ്റിസൈസിങ് ഇഷ്ടപ്പെടില്ല. ആൻഡ് അവരുടെ ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ്, ഇവരെന്താണ് ഭയങ്കര ഫൺ ആയതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ കുറച്ച് ലാഗായിരിക്കും. അപ്പം എല്ലാരും പുറത്തുനിന്ന് ഔട്ട്സൈഡേഴ്സ് പറയും ഇവള് ഭയങ്കര കെയർലെസ്നെസ് പേഴ്സണാലിറ്റി ആണ്. പക്ഷെ ആക്ച്വലി അവരുടെ ലൈഫ് എന്താണ്, അവർ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈച്ച് ആൻഡ് എവറി സെക്കൻഡ്സ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവരെന്തായിരിക്കും, ജെനുവിൻ പേഴ്സണാലിറ്റി ആയിരിക്കും, enthusiastic and genuine, and also charismatic. ആൻഡ് അവരുടെ ബിഹേവിയർ ഭയങ്കര എക്സ്പ്രസീവ് ആയിരിക്കും, പിന്നെ എനർജറ്റിക് ആയിരിക്കും, ആൻഡ് ഓൾസോ ചാമിങ്. ഇങ്ങനെയുള്ളവരാണ് യെല്ലോ പേഴ്സണാലിറ്റി. അപ്പൊ ഇവരോട് ബിഹേവ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ടോക്ക് വെരി പോസിറ്റീവ്ലി. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒട്ടും ഇവർക്ക് ഇഷ്ടമല്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം ക്രിറ്റിസൈസിങ് ഒഴിവാക്കിയിട്ട് വേണം ഇവരുടെ അടുത്ത് സംസാരിക്കാൻ. ആൻഡ് വൈൽ ഇൻ ദ കേസ് ഓഫ് റെഡ് എന്തെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, റെഡിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിക്കുക, കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത്. ആൻഡ് അൺവാണ്ടഡ് ടോക്ക് നമ്മൾ അവിടെ ഒഴിവാക്കുക. ആൻഡ് യെല്ലോനോട് സംസാരിക്കുമ്പോഴോ പോസിറ്റീവ് ടോക്ക് ഓൺലി, ആൻഡ് ക്രിറ്റിസൈസിങ് അവോയ്ഡ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ബിലോങ്സ് ടു ഗ്രീൻ.
Sir, can you please share? Yeah, green. See this? Green എന്ന് പറഞ്ഞാല് steadiness. That means വളരെ വളരെ കൺസിസ്റ്റന്റ് പേഴ്സണാലിറ്റി ആണ്. അവരുടെ മെയിൻ കോർ എന്ന് പറയുന്നത് അവരെപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും ആൻഡ് പീസ് വേണം. അവരില് അവരെപ്പോഴും എന്താവും, അവർക്ക് എപ്പോഴും പീസ് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് നോയ്സി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒട്ടും ഇഷ്ടമല്ല. ആൻഡ് അവരുടെ ബിഹേവിയർ, അപ്പൊ പീസ് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഓഫ് കോഴ്സ് അവരെങ്ങനെ ഭയങ്കര പേഷ്യന്റ് ആയിരിക്കും അല്ലെ, കാരണം അവർക്ക് പീസാണ് വേണ്ടത്. ആൻഡ് അവർ ഭയങ്കര കാമാണ്. ആൻഡ് ഓഫ് കോഴ്സ് അവരെന്തായിരിക്കും, സപ്പോർട്ടീവ് ആയിരിക്കും. ഫ്രണ്ട്സ് ആൻഡ് കൊളീഗ്സ് എല്ലാവരും എന്തായിരിക്കും, സപ്പോർട്ടീവ് ആവും. ആൻഡ് അവര് ഏതൊരു ടീമിന്റെയും ബാക്ക് ബോൺ ആണ്. അവരൊരിക്കലും ലൗഡായിട്ട് സംസാരിക്കില്ല. അവരുടെ ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അവരെപ്പോഴും കീപ്പ് ഇൻ ടച്ച് ചെയ്യുന്നത് അവര് മീൻസ് ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് അവരെപ്പോഴും അവരുടെ ഹാർട്ട് കൊണ്ടായിരിക്കും അവർ മറ്റുള്ളവരെ കണക്ട് ചെയ്യാൻ നോക്കുന്നത്. ആൻഡ് ഈ റെഡ് ക്യാരക്ടർ എങ്ങനായിരിക്കും നിങ്ങൾക്ക് പറയാൻ കഴിയും? അവർ ലോജിക്കലി മൂവ് ചെയ്യുന്നവരായിരിക്കും. ബട്ട് ഗ്രീൻ ആണെങ്കിൽ എന്താണ്, ഹാർട്ടുമായിട്ട് കീപ്പ് ഇൻ ടച്ച് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. And sir, can you share the last one? Yes. Blue personality. Blue personality എങ്ങനെയാണ്? ബ്ലൂ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ കോൺഷ്യൻഷ്യസ്നെസ്. ദാറ്റ് മീൻസ് അവര് എപ്പോഴും അനാലിറ്റിക്കലി ആക്യുറേറ്റ്ലി ക്ലാരിറ്റി പെർഫെക്ഷൻ ഇതെല്ലാം ഇവർക്ക് വേണം. എങ്കിൽ മാത്രമേ അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി കംപ്ലീറ്റ് ആവും. എന്ന് വെച്ചാൽ അവർക്ക് ഒരിക്കലും ഹറിബറി ഇഷ്ടമല്ല. അവർക്ക് എപ്പോഴും കൃത്യത വേണം. ആൻഡ് അവരെല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ടേ ഡിസിഷൻ എടുക്കൂ. ആൻഡ് അവർ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആൻഡ് ആക്ച്വലി ഇതിൽ നിന്ന് നിങ്ങൾക്ക് വാട്ട് യു അണ്ടർസ്റ്റുഡ് അബൌട്ട് ദിസ്? ഇവരുടെ എല്ലാം എന്താണ്, ഈ 4 ട്രൈറ്റ്സ് വന്നപ്പോൾ ഇതെല്ലാം ഇവരുടെ എല്ലാം OS നമ്മുടെ ബ്രെയിൻ വയേർഡ് ചെയ്തത് ഡിഫറെന്റ് ആയിട്ടാണ് അല്ലെ? നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ടോ? അത് അതായത് ഇപ്പൊ ഈ 4 പേഴ്സണാലിറ്റീസ് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് ഈ 4 പേഴ്സണാലിറ്റീസിന്റെയും ട്രൈറ്റ്സ് വന്നപ്പം അവരുടെ OS സിസ്റ്റം എന്താണ്, ഡിഫറെന്റ് ആണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് മിങ്കിൾ ചെയ്യുമ്പോഴും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മിങ്കിൾ ചെയ്യാൻ ഹാവ് ടു ഫോക്കസ്. നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യണം. ആൻഡ് ഇവരടുത്ത് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് ഈ ബ്ലൂ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഹറിബറി ആഗ്രഹിക്കാത്ത ഒരാളാണല്ലോ. അപ്പൊ അവരോട് നമ്മൾ എപ്പോഴും കൃത്യതയോട് കൂടി തന്നെ കാര്യങ്ങൾ സംസാരിക്കാൻ നോക്കണം. ലൈക്ക് സീ ദിസ്, അവരെല്ലാ കാര്യങ്ങളും എന്താ ചെയ്യുക, കറക്റ്റ് ആയിട്ട് ചെയ്യാനേ ശ്രമിക്കും. ആൻഡ് അവരൊരിക്കലും അവരെ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യരുത് എന്നാണ്. അവരത്രയും സ്ലോ ആയിരിക്കും, പക്ഷെ അവരുടെ ഔട്ട്കം എന്തായിരിക്കും, മറ്റുള്ളവരെക്കാളും പെർഫെക്റ്റ് ആയിരിക്കും. സോ നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങളൊക്കെ ഇൻ വിച്ച് കളർ ബിലോങ്സ് ടു യോർ? നിങ്ങളൊക്കെ ഏത് കളറിലായിരിക്കും വരുന്നുണ്ടാവുക? ആക്ച്വലി വെൻ വി നോ ദ കളർ, നമ്മൾ ഈ ഒരു കളർ മനസ്സിലാക്കിയാൽ വി ഹാവ് ടു സ്റ്റോപ്പ് മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെ? നമ്മൾ ഈ ഒരു കളർ മനസ്സിലാക്കിയാൽ വി ഹാവ് ടു സ്റ്റോപ്പ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ദ പേഴ്സൺസ്. നമ്മളെപ്പോഴും നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ വിജു സാർ ബിലോങ്സ് ടു ഗ്രീൻ. ക്യാൻ എനിവൺ എൽസ്? I feel I belong to yellow, but not fully, but most of it. കാരണം കുറച്ചൊക്കെ ഒരു മിക്സ് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് അങ്ങനെ മിക്സ് ആയിട്ട് ജസ്റ്റ് ഇമാജിൻ റെഡും യെല്ലോവും ഒരുമിച്ച് വന്നാൽ അവരുടെ ലൈഫ് എങ്ങനെ ആയിരിക്കും, എങ്ങനെ ഉണ്ടാവും? ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. അതെ, ഇമാജിൻ അതായത് ചെയ്യാം. യെസ്, തീർച്ചയായിട്ടും.
റെഡിന് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന്, പെട്ടെന്ന് ചെയ്യണം. യെല്ലോ ആണെങ്കിലോ ഫൺ ലവിങ് ആയിരിക്കും. അപ്പം റെഡ് പറയുന്നത് യെല്ലോ കേൾക്കില്ല, യെല്ലോ പറയുന്നത് റെഡിന് ഇഷ്ടാവില്ല. ഇൻ ബിറ്റ്വീൻ കോൺഫ്ലിക്ട്സ് ബിഗിൻസ് അല്ലെ. ആൻഡ് റെഡും ഗ്രീനും ആവുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഒരാള് ഗ്രീൻ കാമാണല്ലോ, so that there also there will be conflict. പക്ഷേ റെഡ് എന്ന് പറയുന്ന പേഴ്സണാലിറ്റി എല്ലാം പെട്ടെന്ന് ചെയ്യണം, പെട്ടെന്ന് ആവണം, ഔട്ട്കം പെട്ടെന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആൻഡ് വാട്ട് അബൌട്ട് ഗ്രീൻ ആൻഡ് യെല്ലോ? ഗ്രീൻ ആൻഡ് യെല്ലോ ഐ തിങ്ക് ഇറ്റ്സ് മാച്ചബിൾ, നോ? ആൻഡ് ബ്ലൂ ആവുമ്പോഴോ, ബ്ലൂ ആൻഡ് യെല്ലോ മിക്സ് ആവുമ്പോഴോ? സോ നമുക്കൊരു സ്റ്റോറി നോക്കിയാലോ? റോം സർ, ക്യാൻ യു ഷെയർ ദാറ്റ് PDF? The 4 colors in the garden, a story of difference, understanding and belongings. അതായത് സർ, ക്യാൻ യു ഷെയർ? അവിടെ ഒരു വില്ലേജ് ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അൺടിൽ their difference began to speak. അപ്പൊ 4 ഫ്രണ്ട്സ് ആണ് അത് ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ആൻഡ് ഷോർട്ട് ആയിട്ടാണ് പറയുന്നത്. ഇറ്റ്സ് ഓൾറെഡി ടൈം ഇസ് റണ്ണിങ് നൗ ആൻഡ് വി ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ടു ടേക്ക് അലോങ്. ഓക്കെ സർ. റെഡ് ബിലോങ്സ് ടു റെഡ് ക്യാരക്ടർ മീൻസ് രവി എന്നാണ്. അപ്പൊ ഈ റെഡ് എന്ന് പറയുന്ന ആളെന്താ പറയുന്നത്? ലെറ്റ്സ് മൂവ് ഫാസ്റ്റ്. അതായത് നമുക്ക് പെട്ടെന്നെല്ലാം ചെയ്ത് കഴിയണം. വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. കൂടുതൽ സമയമൊന്നുമില്ല. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് രവി എന്ന് പറയുന്ന ക്യാരക്ടറിന്. അറ്റ് ദ സെയിം ടൈം യാസ്മിൻ ഇറ്റ്സ് എ സ്പിരിറ്റ് ലൈക്ക് യെല്ലോ. യാസ്മിൻ എന്താ ചെയ്യുന്നത്? അവിടെ എത്തിയപ്പം അവിടെ എൻജോയ് ചെയ്യുക ചെയ്യുന്നത്. ഇറ്റ്സ് ഫൺ ലവിങ് ക്യാരക്ടർ ആണല്ലോ. അപ്പം അവിടെ മാക്സിമം എൻജോയ് ചെയ്യാനാണ് യാസ്മിൻ നോക്കുന്നത്. പക്ഷെ ഇതൊന്നും രവിക്ക് ഇഷ്ടമല്ല കേട്ടോ. രവിയുടെ അതെന്താണ്, ഔട്ട്കം പെട്ടെന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആൻഡ് ഗിരീഷ്, ഗ്രീൻ ക്യാരക്ടർ. അപ്പം ഗിരീഷ് എന്ന് പറയുന്ന ആള് ഹാർട്ട് വെച്ച് കണക്ട് ആവുന്ന ആളോ? ഹി കണക്റ്റഡ് ടു ഹാർട്ട്. എല്ലാവരും ഓക്കെ ആവണം, എല്ലാവരും കംഫർട്ട് ആവണം, എല്ലാവർക്കും പീസ് വേണം, എല്ലാവർക്കും ഇവിടെ എത്തിയാൽ ഒരു ബുദ്ധിമുട്ടും ആർക്കും ഒന്നും ഉണ്ടാവരുതെന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഗിരീഷിന്. ആൻഡ് നെക്സ്റ്റ് ബിലോങ്സ് ടു ബാനു, ദ ബ്ലൂ. അപ്പം ബാനു എന്ന് പറയുന്ന ആ ഒരു ബ്ലൂ, ആ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താ? പ്ലാനിങ് വേണം, അനലൈസ് ചെയ്ത് അനലിറ്റിക്കലി പോകുന്ന ഒരാളാണ്. എങ്കിൽ മാത്രം ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ സർ. ആൻഡ് അറ്റ് ദ ഈവനിങ് ആയപ്പോഴേക്ക് എന്താണ്? സ്ലോലി ദ ഗാർഡൻ ട്രാൻസ്ഫോം വാട്ട് ആൻഡ് സ്കാവറ്റിക് നോട്ട്. അപ്പം ആ ഒരു ഈവനിങ് ആയപ്പോഴേക്കും അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ സർ, ക്യാൻ സ്ക്രോൾ ഇറ്റ്? കണ്ടോ, രവി എന്ന് പറയുന്ന ക്യാരക്ടർ നത്തിങ് വുഡ് ഹാവ് സ്റ്റാർട്ടഡ്. രവി പറയും ഇതുവരെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം യാസ്മിന്റെ നേച്ചർ എന്താണ്? യാസ്മിൻ എപ്പോഴും ആ ഒരു എൻജോയ് മൂഡിൽ തന്നെയാണ് യാസ്മിൻ നിൽക്കുന്നത്. ബട്ട് വൈൽ ഇൻ ദ കേസ് ഓഫ് ഗിരീഷ് പറയുന്നത് എല്ലാരും സേഫ് ആണല്ലോ, എല്ലാരും ഓക്കെ ആണല്ലോ. ആൻഡ് ബാനു, അതായത് ഈ നേച്ചേഴ്സ്, ഈ 4 ട്രൈബ്സ് എന്ന് പറയുന്നത് 4 തോട്ട്സ് ആണ് വരുന്നത്. ഒരാളുടെ തോട്ട്സ് അല്ല മറ്റൊരാൾക്ക്. എല്ലാവർക്കും എന്താണ്, ഒരു പ്രൊജക്റ്റ് ആണ് കൊടുത്തത്, പക്ഷെ അവരുടെ തോട്ട്സ് പോകുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മളുടെ മുന്നിൽ വരുന്ന പേഴ്സൺസിനെ ലൈക്ക് be surrounded by difficult people. The truth was we surrounded by different colors, Like നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കിയാൽ we will have to understand. അല്ലെ? നമ്മൾ ഒരിക്കലും അങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവരോട് സംസാരിക്കും, എന്നിട്ട് അവരോട് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ച് കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് if you have any clarification or anything else, please let me know.
ഞാൻ ഈ ഒരു കുറഞ്ഞ സമയം ഇത്രേ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആൻഡ് ഇഫ് യു വാണ്ട് ആഡ് മീ സംതിങ് പ്ലീസ്. ഐ തിങ്ക് യു ഓൾ അണ്ടർസ്റ്റുഡ് അബൌട്ട് ദിസ്. നമ്മുടെ ഷെയറിംഗ് സ്ക്രീൻ മാറ്റണമെന്ന് തോന്നുന്നല്ലേ, സോ ദാറ്റ് വി കൻ സീ യു. ഓക്കെ. ആ യെസ് യെസ്, വളരെ ഓക്കെ. ഇൻട്രസ്റ്റിംഗ് കേട്ടോ. ഇത് ആക്ച്വലി ഇതൊരു ഷോർട്ട് ടൈം ആയിട്ടല്ല, ആക്ച്വലി ഇറ്റ്സ് എ ലെങ്തി ആയിട്ടൊരു സെഷനാണ്. ഞാൻ കുറച്ച് ബ്രീഫ് ചെയ്ത് ചെയ്തതാണ്. അതുകൊണ്ട് ഐ ഡോണ്ട് നോ ഇറ്റ് കുഡ് ബി ഹെൽപ്ഫുൾ, വെദർ ഇറ്റ് ഇസ് ഹെൽപ്ഫുൾ ഓർ നോട്ട്. നമ്മുടെ മുന്നിൽ വരുന്നവരെ നമ്മൾ അനലൈസ് ചെയ്യണം. ഇൻ വിച്ച് കളർ ബിലോങ്സ് ടു, ഓർ ഇൻ വിച്ച് കളർ ഐ മീൻ പേഴ്സണാലിറ്റി ബിലോങ്സ് ടു. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവരും റെഡ് ആയിരിക്കും, നമ്മൾ മാത്രമായിരിക്കും ഗ്രീൻ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ അവിടെ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര മടിയൻ അല്ലെ, ഇവനെ കൊണ്ടൊന്നും കഴിയുന്നില്ല, ഇവൻ എന്താ ഇങ്ങനെ എപ്പോഴും തണുപ്പനാണ്, ലൈക്ക് ദാറ്റ് നമ്മൾ പറയും. ഓർ നമ്മുടെ വീട്ടില് ഇൻ ബിറ്റ്വീൻ നമുക്ക് മീൻസ് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഗ്രീൻ ആയിരിക്കും, നമ്മൾ മാത്രമായിരിക്കും റെഡ്. അപ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങള് നിങ്ങളുടെ വീട്ടിലുള്ളവരെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ആരൊക്കെ ഏതൊക്കെ കളേഴ്സിലാണ് വരുന്നത്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് സജ്ന മാം, ഇൻ വിച്ച് കളർ ബിലോങ്സ് ടു യു? ഞാൻ ഗ്രീൻ യെല്ലോ മിക്സ് ആണെന്ന് തോന്നുന്നു. ഞാനും എനിക്കും അങ്ങനെ തോന്നി. ഞാനത് വായിച്ചപ്പോ ഞാൻ ഗ്രീൻ ആൻഡ് യെല്ലോ മിക്സ് ആണെന്ന് തോന്നി. ആൻഡ് റോസ് ഇത് ഞാൻ വിബ്ജിയോറാണ്, എല്ലാം ഉണ്ട്. ആണോ? ഓക്കെ. സോ ഐ തിങ്ക് യു ഓൾ അണ്ടർസ്റ്റുഡ് ദിസ് കോൺസെപ്റ്റ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഫ് യു വാണ്ട് ടു ആഡ് മീ, കം ഓൺ, ലെറ്റ് മീ നോ. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ ഇറ്റ്. ആക്ച്വലി ഇതിനൊരു വേറൊരു കോർ മാപ്പ് കൂടെ ഉണ്ട് കേട്ടോ. ദാറ്റ് മീൻസ് ഇതിനെ നമ്മൾ ഡിസ്ക് എന്ന് പറയും. ഐ മീൻ ഇതൊരു ആക്ച്വലി ഒരു ജഡ്ജ്മെന്റ് ടൂൾ അല്ല, ഇറ്റ്സ് എ അണ്ടർസ്റ്റാൻഡബിൾ ടൂൾ. ലൈക്ക് ഡി എന്ന് പറയുന്നത് ഡോമിനന്റ് ആണ്, ദാറ്റ് മീൻസ് ഡി ഫോർ റെഡ്. ആൻഡ് ഐ എന്ന് പറയുന്ന യെല്ലോ ക്യാരക്ടേഴ്സ് ആണല്ലോ. റഫ് സർ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് പറയാം. മാം, എനിക്ക് ഷാൾ ഐ ഷെയർ മൈ എക്സ്പീരിയൻസ്? യാ, ഓഫ് കോഴ്സ് യു ക്യാൻ ഷെയർ ഇറ്റ് നൗ. മാം, ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളാണേ. അപ്പൊ അതുകൊണ്ട് എൻ്റെ കൊളീഗ്സ്, അപ്പൊ എൻ്റെ മാം ഉണ്ട്, പിന്നെ ബാക്കി എല്ലാവരും എൻ്റെ ചോടെയാണ് ജോലി ചെയ്യുന്നത്. ഒരു ടീമിനെ മാനേജ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൂടി എനിക്കുണ്ട്. ഞാൻ എപ്പോഴും വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള എമ്പതിയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യാറ്. പക്ഷേ എൻ്റെ മാം എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് ആണ്. കുറച്ചൊക്കെ റെഡ് ഉണ്ടെങ്കിലും വളരെ ഷീസ് വെരി സ്മാർട്ട് ഇൻ വാക്കിംഗ്. വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങളെ വളരെ ഏത് സമയത്തും വർക്ക് ചെയ്യും. വേണമെങ്കിൽ മോർണിംഗ് ഒരു 7-8 സ്റ്റാർട്ട് ചെയ്ത് രാത്രി 10 വരെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഹോളിഡേയ്സിലൊക്കെ വർക്ക് ചെയ്തോളും. പക്ഷെ ആളെപ്പോഴും വളരെ വയലന്റ് ആയിട്ടുള്ളൊരു അപ്രോച്ച് കൂടിയും. അപ്പൊ ഈ റെഡിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് റിസൾട്ട് കിട്ടാൻ അവർ നല്ല സഹായിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും അവരുടെ ആ ഒരു ക്വാളിറ്റി. പിന്നെ ഞാൻ എപ്പോഴും അനലൈസ് ചെയ്യുന്ന എങ്ങനെയാണ് ആളുകളെ, അവരുടെ പോസിറ്റീവ് സൈഡ് മാത്രം നമ്മൾ കണ്ടാൽ മതിയല്ല, നമ്മളത് മാത്രം കാണുന്നുള്ളൂ പലപ്പോഴും. പക്ഷെ എനിക്ക് ഈ ആളെ ഹാൻഡിൽ ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം കൂടിയും ഉണ്ട്. കാരണം വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ക്യാരക്ടർ എങ്ങനെയാകുമ്പോഴേ കുറച്ചൊരു എമ്പതിയോട് കൂടി, പ്രത്യേകിച്ച് ഓൾഡ് ഏജ് ഒക്കെ ആളുകൾ വരുമ്പോൾ ഒരു കെയർ കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു മനസ്സിന് സന്തോഷം കിട്ടത്തില്ല. അപ്പൊ എപ്പോഴും ഈ ഒരു ഇത്തിരിയൊക്കെ നമ്മൾ മിക്സ്ഡ് ആയിട്ട് വന്നില്ലെങ്കിൽ, കുറച്ചൊക്കെ അങ്ങനെയുള്ള ആളും വേണം നമ്മളെ ടീമില്, എല്ലാരും വേണം. അല്ലെങ്കിൽ എന്തായാലും നന്നായിരുന്നു, നല്ല സബ്ജക്റ്റ് ആയിരുന്നു. കാരണം ശരിക്കും നമുക്കേ ഓരോരുത്തരെ വെച്ചിട്ട് മുൻവിധിയോടില്ലാതെ, പ്രിജുഡൈസ് ഇല്ലാതെ നമുക്ക് ആളെ കാണാൻ സഹായിക്കുന്നുണ്ടല്ലോ. പിന്നെ ആളെങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ കുറെ ആളുകൾ എടുത്തു നോക്കുമായിരുന്നു. എനിക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ബ്ലൂ ആണോ ഗ്രീൻ ആണോ യെല്ലോ ആണോ എന്നൊക്കെ. എനിവേ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. വണ്ടർഫുൾ സെഷൻ. താങ്ക് യു സർ. ആക്ച്വലി ഇത് കുറച്ച് ലെങ്തി ആയിട്ട് പോകണ്ടാണ് ഞാൻ കുറച്ചൊന്ന് ഷോർട്ട് ആക്കിയത്. കാരണം നമുക്ക് ആ ഒരു ഇനഫ് ടൈമിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. സോ
താങ്ക് യു അക്ഷര മാം. സോ ഞാൻ ആസ് ഐ ടോൾഡ് മാപ്പ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഐ മീൻ ഡിസ്ക് ഡി ഫോർ ഡോമിനൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബിലോങ്സ് ടു റെഡ് ക്യാരക്ടർ ആൻഡ് ഐ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ ആണ്, യെല്ലോ ക്യാരക്ടർ ആണ്. ഈ യെല്ലോ ക്യാരക്ടറിനെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് മീൻസ് ഇൻഫ്ലുവൻസ് ചെയ്യും. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ടോക്ക് ആവുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരോട് പെട്ടെന്ന് ഒരു ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. സോ DI ഇത് പെട്ടെന്നൊന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആൻഡ് എസ് എന്ന് പറയുന്നത് ആക്ച്വലി ഐ ഫോർഗോട്ട് ഇറ്റ്. steadiness. Steadiness, yeah. S for steadiness, that means green. And C എന്ന് പറയുന്നത് calm. So ഇങ്ങനെ ഈ ഒരു കോഡിന് നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. C എന്ന് പറയുന്നത് കൂളാണ്, ബ്ലൂ കൂളാണല്ലോ, കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ അവരുടെ ഔട്ട്കം എന്തായിരിക്കും? പെർഫെക്റ്റ് ആയിരിക്കും. നമുക്കൊരാളെ നമ്മുടെ മുന്നിൽ വന്നാൽ ഡിസ്ക് ഇവൻ ഏത് കാറ്റഗറിയാണ് അല്ലെങ്കിൽ ഇവൾ ഏത് കാറ്റഗറി ആണെന്ന് അറിയണമെങ്കിൽ ഡോമിനന്റ് ആണോ ഇൻഫ്ലുവൻസ് ആണോ, ലൈക്ക് ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. കുറേ ഉണ്ട്. ഐ മീൻ ഇത് ഞാൻ ജസ്റ്റ് കുറച്ചാക്കിയിട്ട് പറഞ്ഞതാ. ഐ മീൻ ഇതൊരു സ്റ്റോറി തന്നെ ഉണ്ട്. റെഡും ബ്ലൂവും വരുമ്പോൾ, അല്ല റെഡും യെല്ലോ വരുമ്പോൾ, റെഡ് പറയുമ്പം യെല്ലോന് അത് ഇഷ്ടാവുന്നില്ല. റെഡ് പറയുന്നുണ്ട് ഇവനൊരു മടി അലർജി കേടാണല്ലോ. അപ്പം യെല്ലോ പറയുന്നുണ്ട് ഈശ്വര ഇതുപോലൊരു അഹങ്കാരിയാണല്ലോ എനിക്ക് കിട്ടിയത്, ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അത് നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ടു റീഡ് സറൗണ്ടഡ് ബൈ ഇഡിയറ്റ്സ്. ആൻഡ് വൺ മോർ സെഷൻ ഇസ് ദർ, ജസ്റ്റ് എ മിനിറ്റ്. ഞാൻ അത് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ജസ്റ്റ് എ മിനിറ്റ്. റോൺസോ സർ ഇതൊന്ന് ഷെയർ ചെയ്യോ? Ravsar, are you there? Okay. Can you share that pic now? ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് ഇപ്പൊ ഷെയർ ചെയ്യുന്നു. So I think you all understood about this color, അല്ലെ? ഇനി നമുക്ക് നമ്മളുടെ മുന്നിൽ വരുന്ന ആളുകളെ നമുക്ക് കോൺഫ്ലിക്റ്റ് ഇല്ലാതെ എങ്ങനെ ബിഹേവ് ചെയ്യാം എന്ന് നമ്മൾ ഇനി മുതൽ ശ്രദ്ധിക്കുക. Yes, see this? These are the characteristic features. Red എന്ന് പറയുന്നത് ഭയങ്കര അഗ്രസീവ് പേഴ്സണാലിറ്റി ആണ്, ambitious ആണ്, സ്ട്രോങ് വിൽഡ് ആണ്, ഗോൾ ഓറിയന്റഡ് ആണ്. സി a lot of characteristics ഒരുപാട് ഉണ്ട്. ആൻഡ് യെല്ലോ ടോക്കറ്റീവ് ആണ്, enthusiastic ആണ്. നിങ്ങൾക്കിത് ഐ തിങ്ക് are you able to read this? നിങ്ങൾക്കിത് കാണുന്നുണ്ടോ? വായിക്കാൻ കഴിയുന്നില്ലേ? കാണുന്നുണ്ട്. യെസ്, വായിക്കാം. ഓക്കെ. ഇത്രയും സൂം ആവും. I'll share this in the okay. Yeah, encouraging ആണ്, ഫ്ലെക്സിബിൾ ആണ്. അപ്പം ഗ്രീൻ സെൽഫ് കൺട്രോൾ ഒരുപാടുണ്ട്. ഞാൻ ആക്ച്വലി മെയിൻ ഫാക്ട്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആക്ച്വലി ഇതിൽ ഏത് ക്യാരക്ടറാണ് നിങ്ങൾക്ക് നല്ലതായി തോന്നുന്നത്? കളർ എല്ലാത്തിനകത്തും ആക്ച്വലി ഗുഡ് Yes. ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട് സന്ദർഭം അനുസരിച്ച് ഉപയോഗിക്കുക. അതാ സന്ദർഭം. അതെ, definitely. അത് തന്നെയല്ല, ഓരോ ഓരോരുത്തർക്കും situation അനുസരിച്ച് മിക്സ് ആയിട്ട് വരണ്ടേ. ഓരോ ആളുകളുടെ അടുത്തും ഓരോന്നാണ് നല്ലത്. അതെ തീർച്ചയായും. അതായത് ഒരു കാര്യം പറയട്ടെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. അത് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൻ്റെ ഈ ആളുകളുടെ ബിഹേവിയേഴ്സ് മനസ്സിലാക്കുന്ന ഒരു പഠന രീതി ഉണ്ട് ശരിക്കും, ഒന്നിഗ്രാം എന്ന് പറഞ്ഞിട്ട്. അതെ ഡെഫിനറ്റ്ലി. അതില് ഒരു 9 ബിഹേവിയേഴ്സ് ആണ് അതിൽ പറയുന്നത്.
അപ്പൊ അതിൽ പറയുന്നത് വെച്ചാല് നമ്മൾക്ക് ഈ 3 ബിഹേവിയേഴ്സ് അതിൻ്റെ അകത്ത് മാറി മാറി വരും. ഒരാൾക്ക് 3 4 വരെയൊക്കെ വരുന്നവരുണ്ട്. ഇതുപോലെ ഒറ്റ ഇതിൽ തന്നെ അയാൾക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. പലരുടെ അടുത്ത് ഇപ്പോ ഒരു പട്ടാളച്ചിട്ട ആ ഡോമിനൻ ക്യാരക്ടർ വരുന്നത് ചില സമയത്ത് അത് മാറും, ചിലരുടെ അടുത്ത് അത് മാറും. ചില കുട്ടികളുടെ അടുത്തൊന്നും ചിലപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ചെറിയ കുട്ടികളുടെ അടുത്തൊക്കെ എങ്ങനെ ഫോഴ്സ് ചെയ്യാം? അപ്പൊ അതിനനുസരിച്ചിട്ട് മാറും. 3 തരത്തില് അവരുടെ ബിഹേവിയേഴ്സ് വരും എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായും. അങ്ങനെ മാറുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഇതാക്കാൻ പറ്റുള്ളൂ നമുക്ക്. അല്ലാതെ ഒരൊറ്റ ചിട്ടയിൽ തന്നെ നമുക്ക് ഇതുപോലെ ഇല്ല ഒരാളെ ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാവില്ല അയാൾ ഏത് കളറാണെന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ. ഒറ്റ ടോക്കിലൊന്നും അയാളെ കിട്ടൂല നമുക്ക്. ശരിക്കും ഡെഫിനറ്റ്ലി. ഒരു ആളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതിലത്തെ ഒരു ഇതുണ്ട്. ഒന്നാമത്തത് അയാളുമായിട്ട് സാമ്പത്തികമായിട്ട് ഇടപാട് ചെയ്യണം, അയാളുമായിട്ട് ഒന്ന് ട്രാവൽ ചെയ്യണം. ആ, അയാളുമായിട്ട് ഒരു ഡേ ഒന്ന് അയാളുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അയാൾ ഏത് കളറാണെന്നുള്ളത്, കളർ കോഡിലാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കും നമുക്ക് എന്നുള്ളതാണ്. യെസ്, ഓഫ് എന്നിട്ട് കോഴ്സ്. എന്തായാലും ആ ഈ ചുരുങ്ങിയ നേരം കൊണ്ട് ഒരു വലിയൊരു സെഷൻ അടിപൊളിയായിട്ട് എടുത്ത് തീർത്തു. ഫുൾ കോൺഫിഡൻസ്, വെൽ പ്രസന്റഡ്, അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. കേൾക്കുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, ആക്ച്വലി താങ്ക് യു. നൗ നമ്മളുടെ ഒരു കോൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത് യു ആർ നോട്ട് സറൗണ്ടഡ് ബൈ ഇഡിയറ്റ്സ്, യു ആർ സറൗണ്ടഡ് ബൈ ഡിഫറെന്റ് മൈൻഡ്സ്. റൈറ്റ് അല്ലേ? നമ്മൾ സറൗണ്ടഡ് ബൈ ഇഡിയറ്റ്സ് അല്ല. നമ്മളെപ്പോഴും പറയുന്നതാണ് ഇവന് പൊട്ടനാണോ, അവന്റെ തലയിൽ എന്താ ചെളിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി വി ആർ ഓൾ സറൗണ്ടഡ് ബൈ ഡിഫറെന്റ് മൈൻഡ്സ്. സോ നമ്മളത് കീപ്പ് ഇൻ മൈൻഡിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ ജേണി മുന്നോട്ട് പോവാം. ഹലോ, ഗുഡ് താങ്ക് യു. മോർണിംഗ്. ഇത്രയും നേരം എന്നെ ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് മോർണിംഗ് ടു ഓൾ. ഇനി താങ്ക് യു വെരി മച്ച് ലിഫ്ന മാം. ആർക്കെങ്കിലും വെരി എന്തെങ്കിലും പറയാനുണ്ടോ? കേൾക്കുന്നുണ്ടോ? യാ ഷുവർ. യെസ്, താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ് സെഷൻ കേട്ടോ. എനിക്ക് ഏറ്റവും കണക്റ്റ് ആയിട്ട് തോന്നിയത്, ഐ മീൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ സ്റ്റേറ്റ്മെന്റ് ആണ്, വി ആർ സറൗണ്ടഡ് ബൈ ഡിഫറെന്റ് പീപ്പിൾ. ബട്ട് ഐ മീൻ വി ആർ നോട്ട് സറൗണ്ടഡ് ബൈ ഡിഫറെന്റ് പീപ്പിൾ, വി ആർ സറൗണ്ടഡ് ബൈ ഡിഫറെന്റ് കളേഴ്സ്. അപ്പൊ എല്ലാവർക്കും ഡിഫറെന്റ് കളേഴ്സ് ആണെന്നുള്ളത് അത് നല്ലൊരു അവയർനെസ് ആണല്ലോ. അപ്പം ആൻസർ സർ പറഞ്ഞ പോലെ എനിക്കും ഇത് എനിയാഗ്രാമുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് തോന്നിയത്. കാരണം എന്നാന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല ഒരാളെ. അപ്പം ഡിഫറെന്റ് ഗ്രൂപ്പിൽ നിന്നുള്ള ക്യാരക്ടേഴ്സും അതിനകത്ത് കയറി വരും. അത് എനിയഗ്രാമിൽ ഇങ്ങനെ ഈ 9 സാർ പറഞ്ഞില്ലേ, അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്ന ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ആ ഒരു ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് മെയിൻ ആയിട്ടുള്ളതിനകത്തോട്ട് കയറി വരും. അങ്ങനെ സോ എനിവേ ഇറ്റ് ഈസ് ഗുഡ് ടു നോ ദ പീപ്പിൾ വെൻ യു ഇന്ററാക്ട് വിത്ത് ദം എന്നുള്ളത് വളരെ നല്ലൊരു മെസ്സേജ് ആണ്. നമുക്ക് അവരുടെ പേഴ്സണാലിറ്റിനേക്കാളും നമ്മൾ ആക്ച്വലി നമ്മളും ഒരു കിഡ്സ് പോലെ തന്നെ അല്ല. നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യണമെങ്കിൽ ഒരു കളർ കോഡ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ ഹാവ് ടു ക്യാച്ച് ഈസിനോ അല്ലെ? പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. അല്ലാതെ അവർ ഈ പേഴ്സണാലിറ്റി ആണെന്ന് പറയുമ്പോൾ നമുക്കതാണ് അവർ ഈ കളർ ആണല്ലോ എന്ന് നമ്മള് മൈൻഡിൽ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ അസ്. അതെ, ഈ എനിയഗ്രാം പഠിച്ചപ്പം അതായിരുന്നു ഇങ്ങനെ നമ്മള് പെട്ടെന്ന് ഇങ്ങനെ ചിന്തിക്കും ഈ ആൾ ഏത് ഗ്രൂപ്പ് ആയിരിക്കും നമ്മളിങ്ങനെ ചിന്തിക്കും എന്ന് പറഞ്ഞ പോലെ. ഇന്നത്തെ സെഷൻ കഴിയുമ്പോൾ എവറിബഡി വിൽ ബി ലുക്കിംഗ് ഓക്കെ ഏത് കളർ ആയിരിക്കും, നമ്മളേത് കളറാണ്, അതുപോലെ മറ്റുള്ളവർ മീറ്റ് ചെയ്യുന്നവരെ അല്ലെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നവർ ഏത് കളറാണെന്ന് നമ്മൾ ചിന്തിക്കും. എനിവേ വെരി ഗുഡ് സെഷൻ. ഷോർട്ട് ടൈമിൽ വളരെ ഒരു ഡിഫറെന്റ് ഇത് കൊണ്ടുവരാൻ പറ്റി, ഒരു അവയർനെസ് എല്ലാവർക്കും കൊടുക്കാനായിട്ട് പറ്റി. സോ താങ്ക് യു വെരി മച്ച്. ഗുഡ് പ്രസന്റേഷൻ. Thank you, ma'am. Thank you all. Shall we wind up? Any താങ്ക് യു. any feedbacks? Hello. ഞാൻ ഫുള്ള് കേട്ടില്ല. ഞാനിപ്പോ ഫോൺ ഓപ്പൺ ചെയ്തിട്ടുള്ളേ ഇന്ന്. ഞാൻ പിന്നെ റെക്കോർഡ് കേൾക്കട്ടോ. എന്താന്ന് പ്രത്യേക ഒരു ക്ലാസ് ആണെന്ന് തോന്നുന്നുണ്ട്. Ma'am, your name? Actually, it's start from Vivo Y300. Okay. Okay, Pausi, ma'am. Okay. Thank you, ma'am. ഗുഡ് മോർണിംഗ് മാം. Yeah, good morning. നല്ല സെഷൻ ആയിരുന്നു. എല്ലാരും പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പല കളേഴ്സ് ഉണ്ടാവില്ലേ, നമ്മൾക്കും നമ്മുടെ മുൻപിൽ വരുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോരുത്തരെയും ഒബ്സർവ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാവില്ലേ? അതെ, തീർച്ചയായും.
പിന്നെ അത് എല്ലാവരിലും എല്ലാ കളറും നമുക്ക് കാണാം. പക്ഷെ ചില ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു കളറിലുള്ള ഒരു ക്യാരക്ടർ കൂടുതലായിട്ട് എപ്പോഴും നമ്മൾ നിരന്തരം സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അല്ലേ. അപ്പൊ അത് നമുക്ക് ഷോർട്ട് കട്ടായിട്ട് ഓർത്തു വെക്കാനായിട്ടുള്ളൊരു വേ ആയിട്ട് തോന്നി. നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു. So, shall we wind up? Any മൈൻഡ് അപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആർക്കൊന്നും പറയാനില്ലെങ്കിൽ ഫിനിഷ് ചെയ്യാം. എല്ലാവരും okay, ഗ്രൂപ്പിൽ പറയും അല്ലേ? അതെ അതെ. യെസ്. okay. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ ഓൾ. എല്ലാവരും കേട്ടിരുന്നതിനും ഇത്രയും നേരം നിങ്ങളുടെ വാല്യുബിൾ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തതിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു. And thank you for making April Fool's Day into an awareness day. Thank you, ma'am. Okay. Good day, everyone. Okay, have a great day to all.